ഹായ് നമസ്കാരം. അപ്പോൾ ഞാനുള്ളത് ആലപ്പുഴ ജില്ലയിൽ ഹരിപ്പാട് എന്ന സ്ഥലത്താട്ടോ. ഇതാണ് നമ്മുടെ സൈറ്റ്. അടുത്ത സൈറ്റ് എന്ന് പറയുമ്പോൾ ഇതാണ്. അപ്പോൾ ഞങ്ങൾ രാവിലെ പോകുന്നോട്ടോ അവിടേക്ക്. ചെങ്കല്ലോട്ടോ അവിടെ പണിയാനുള്ളത്. ചെങ്കല്ലിതാ 1 2 3 4 7 ലോഡ് ഇവിടെ വന്നിട്ടുണ്ട്. 7 ലോഡ് നമ്മളെ കണ്ണൂരിൽ നിന്ന് നമ്മൾ വരുന്നതിൻ്റെ ഒരു 6 മാസം മുന്നേ ഇവിടെ വന്ന് കാത്തു നിൽക്കാട്ടോ നമുക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇത് പണിയാൻ വേണ്ടിയിട്ടേ ഈ വീടിൻ്റെ ഓണർ ശിവദാസൻ പിള്ള എന്നാണ് മൂപ്പരുടെ പേര്. മൂപ്പര് കുറേ ആയി നമ്മളിങ്ങനെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ തന്നെ ചെയ്താലേ ശരിയാവുള്ളൂ എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് മൂപ്പർക്ക്. അപ്പം എന്തായാലും ഫസ്റ്റത്തെ കട്ടില ഇവിടെയാണ് വരുന്നത്. ഈ ഒരു കട്ടില നമുക്ക് നാളെ രാവിലെ 10 മണിക്ക് സമയമുണ്ട്. ആ ഒരു 10 മണിക്ക് നമുക്ക് ഇവിടെ വെക്കാനുള്ളതാണ്. തേക്കിൻ്റെ 9 ഇഞ്ച് വീതിയുള്ള വലിയൊരു കട്ടില നാളെ രാവിലെ വെക്കൂട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങൾ വൈകുന്നേരം അവിടെ വന്ന് സൈറ്റ് കണ്ട് ഏകദേശം ഒരു 2000ഓളം സ്ക്വയർ ഫീറ്റ് വരുന്ന നല്ലൊരു വീടാണ്. വീട്ടിലത് നല്ല സ്ട്രോങ് ബെൽറ്റൊക്കെ വാർത്തത്. 6 ഇഞ്ച് ഹൈറ്റിലെ ബെൽറ്റ് കേട്ടോ വാർത്തത്. 6 ഇഞ്ച് ഹൈറ്റിലെ ബെൽറ്റ് നല്ല വീതിയിൽ തന്നെ ആ ഒരു വാട്ടർ പ്രൂഫിൻ്റെ ഡോക്ടർ ഫിക്സിഡിൻ്റെ കോട്ടിങ് ഒക്കെ അടിച്ചത്, വിറ്റമിൻ കോട്ടിംഗ് ആണ് അടിച്ചിട്ടുള്ളത്. അപ്പോൾ നല്ല കനത്തിൽ നല്ല വീതിയിൽ ബെൽറ്റ് വാർത്ത് സ്ട്രോങ് ആക്കിയിട്ടുള്ള ഒരു തറ. ഉള്ളിൽ സ്ലറി, അതായത് ക്രഷർ വേസ്റ്റ് ഉണ്ടല്ലോ, ആ ഒരു ക്രഷർ വേസ്റ്റൊക്കെ ഏകദേശം ഒരു 3 ഇഞ്ച് താഴ്ചയിൽ ഈ ഒരു 3 ഇഞ്ചിൽ കോൺക്രീറ്റ് വേണം. നല്ല പക്ക നല്ല സ്ട്രോങ് ആയിക്കോട്ടെ എന്നുള്ളൊരു കാഴ്ചപ്പാടുള്ള ഒരു ഓണറാണ് ഈ ഒരു വീടിൻ്റെ ഓണർ. അപ്പോൾ ആ രീതിയിൽ നല്ല സെറ്റിൽ ഇവിടെ തറ റെഡി ആയിട്ടുണ്ട്. ഇനി നാളെ മുതൽ ഞങ്ങളെ പരിപാടിയാണ് ഇവിടെ. അപ്പോൾ ചെങ്കല്ലുകൊണ്ട് ഈ കാണുന്ന ചെങ്കല്ലുകൊണ്ട് നാളെ മുതൽ പണിയാൻ പോവുകയാണ്. 5 സെൻറ്റിമീറ്റർ ഓഫ്സെറ്റൊക്കെ വെച്ചിട്ട് കറക്റ്റായിട്ട് അവിടെയാണ് കന്നിമൂല വരുന്നത്. ആ കന്നിമൂല ഇങ്ങനെ പടവ് തുടങ്ങി ഇങ്ങനെ വരും കേട്ടോ. ഇന്ന് രാവിലെ നാട്ടിൽ നിന്ന് പുറപ്പെട്ടാണ്. ഇന്ന് വൈകുന്നേരം എത്തിയിട്ടുണ്ട്. ജിജിലും മറ്റവരൊക്കെ അവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ട്. നാളെ മറ്റന്നാളാകുമ്പോഴേക്കും കുറച്ച് ആളുകളും കൂടി വരും. അങ്ങനെ പെട്ടെന്ന് തന്നെ ലിൻഡലൈറ്റ് ആക്കാനുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ വീട് എന്ന് പറയുമ്പോൾ ഇങ്ങനെ കയറി വരുമ്പോൾ ഇതാണ് സിറ്റ് ഔട്ട് ഇത്. ഇവിടെ ഒരു പൂജാ റൂം, അവിടെ ലിവിങ്, അവിടെ നേരെ ഒരു ഹാള്, അപ്പുറത്ത് 2 ബെഡ്റൂം, അവിടെ കോണി, അവിടെ കിച്ചണ്, വർക്ക് ഏരിയ, പിന്നെ അവിടെ കാണുന്നത് ഒരു ബാത്റൂം, ആ ബെഡ്റൂമിലേക്കുള്ള ബാത്റൂം അവിടെ, പിന്നെ ആ ഒരു കോണീൻ്റെ അടിയിൽ ഒരു കോമൺ ബാത്റൂം കൂടി വരുന്നുണ്ട്. അതാണ് വീടിൻ്റെ പ്ലാൻ കേട്ടോ. നല്ലൊരു പ്ലാനാണ്. 2000 മുകളിലൊരു റൂം വരുന്നുണ്ട്. ഒരു ഹാളും ഒരു റൂമും മുകളിലും വരുന്നുണ്ട്. താഴെയും മുകളിലും കൂടി 2000 സ്ക്വയർ ഫീറ്റാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ വന്നിട്ടുള്ളത് ഈ ഒരു കല്ലിൽ പണിയാനാണ്. അടിപൊളി കല്ലാണ്. ഈ ഒരു കല്ലുകൊണ്ട് പരിചയമുള്ള ആൾക്കാർ തന്നെ പണിയാമെന്നാണ്. ഇവിടെ ഉള്ള ആൾക്കാർക്ക് അധികം ഇഷ്ടിക്കും മറ്റുള്ള ഇതാണ് കല്ല്. അടിപൊളി കല്ലാട്ടോ, നല്ല കല്ലാണ്. ഒരു 6 മാസമായി ഇവിടെ നിൽക്കണേ. ഇന്നത്തെ ഞങ്ങളെ വർക്ക് ഇങ്ങനെയാണ് കേട്ടോ. ഫുള്ള് ഒരു വരി വെച്ച് ഫുള്ള് സെറ്റാക്കിയാണ് കേട്ടോ. ഉള്ളിലൊക്കെ നല്ല കല്ല് കേട്ടോ. അത് ഉള്ളും പുറവും ഏകദേശം ഒരേപോലെ തന്നെ കിട്ടുന്നുണ്ട്. നമ്മൾ 3 സൈഡ്, ആ സൈഡ് അതേപോലെ തന്നെ ഈ ഒരു മുൻ സൈഡ്, ഈ ഒരു സൈഡ്, ഈ 3 സൈഡ് നമ്മൾ ഗ്രൂ ആക്കാനുള്ളത് കേട്ടോ. ഇവിടെയൊക്കെ ഗ്രൂ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു വരി വെച്ചതിന് ശേഷം ഞങ്ങൾ ഈ ഒരു കുത്തനുള്ള ഗ്രൂ ഒക്കെ റെഡി ആക്കിയിട്ടുണ്ട്. ബാക്കി നാളെ തുടർന്നുള്ള ദിവസങ്ങളിൽ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ അന്നത്തെ പണി ഞങ്ങൾ നിർത്തിയിട്ടേ നമ്മളെ ഭായിമാരൊക്കെ അങ്ങനെ പോയിട്ടുണ്ട്. ഞങ്ങളിങ്ങനെ പോകാൻ നിൽക്കുകയാണ്. നമ്മളെ ജിജിൽ മേസ്തിരിയൊക്കെ കുളിക്കാൻ പോയിട്ടുണ്ട്. ഇവിടെ ഒരു ബായ് ഉണ്ട് കേട്ടോ. ബായ് क्या नाम है? SK जोही बंगाल एवढ्या बंगाल तो भाई आठवत. अच्छा काम बालदा, इतना काम किया ज़्यादा पेड़ അവിടെയൊക്കെ അടിപൊളി നല്ല വൃത്തിയാക്കിയിട്ടുണ്ട്. ഇവിടെ എത്ര വർഷമായി ഭായി? 6 മാസം. 6 മാസമായി. ഇത്രയും കൂടി സ്ഥലം പുല്ല് മാറ്റാണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ടേ ഭായി പോവുള്ളൂ എന്നാണ് അല്ലേ? അപ്പോൾ ഇത് കഴിഞ്ഞിട്ടേ ബായി പോവുള്ളൂ. സമയം ഇപ്പോൾ 5-5:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് തീർക്കാതെ ബായി പോകില്ല എന്നാണ് പറഞ്ഞത്. ഇല്ല ബായി, നാളെ പണിയുണ്ടോ? ഇല്ല. നാളെ ഞങ്ങളെ കൂടെ പോര് കേട്ടോ. അയക്കാക്കിയാ? അപ്പം നാളെ ഈ ബായി നമ്മളെ കൂടെ ഉണ്ടാവും. അപ്പോൾ ഇതാണ് വീടിൻ്റെ ഓണർമാർ. ശിവദാസേട്ടൻ. ശിവദാസേട്ടാ ചേച്ചിയെ? പത്മം. അപ്പോൾ ഞങ്ങൾ വന്ന് പണി തുടങ്ങി. ഒരുപാട് ആളുകൾ വർക്കിന് വേണ്ടി വിളിക്കാറുണ്ട്. പക്ഷേ അപ്പോൾ ശിവേട്ടൻ വിളിച്ചപ്പോൾ എനിക്കൊരു ഇത് തോന്നി. അപ്പോൾ ഒരു എന്താ പറയുക, ഒരു സംസാരത്തിലൊക്കെ ഒരു അടുപ്പം തോന്നി. അതുകൊണ്ടാണ് ഇങ്ങോട്ട് വരാനൊരു പ്രചോദനമായത്. അപ്പോൾ ഞങ്ങളിതാ ചെങ്കല്ലിൻ്റെ ഒരു പണി ഇവിടെ വന്നിട്ട് ചെയ്യണം. ഇവിടെ ഇപ്പോൾ ഈ ഒരു പണി അധികം ഇല്ലാത്തതുകൊണ്ടായിരിക്കും ഞങ്ങൾ വിളിക്കാൻ കാരണം അല്ലേ? വളരെ കുറവാണ്. ഇല്ലയെന്നല്ല, വളരെ കുറവാണ്. ഇവിടെ വേറെ ഇതേപോലെ ഇഷ്ടികേൻ്റെ വർക്ക്, അതുപോലെ ഈ സിമെൻറ്റ് കട്ട, അതാണ് കൂടുതൽ ചെയ്യുന്നത്. ഇവിടുത്തെ ആളുകൾ ചെയ്യുകയെന്നല്ല, എന്നാലും ഞങ്ങൾ സ്ഥിരമായിട്ട് ഇത് ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾ വന്നാൽ കുറച്ച് നന്നാവുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും ഞങ്ങൾ വിളിച്ചിട്ടുള്ളത്. അതെ.
ഓക്കെ, അങ്ങനെ ആവട്ടെ. നല്ല രീതിയിൽ തന്നെ ഞങ്ങൾക്കിത് പണി തീർക്കാൻ കഴിയട്ടെ. അപ്പോൾ ഇന്നത്തെ ഞങ്ങളെ വർക്ക് ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. മുന്നത്തെ വാതിൽക്കെട്ടുള്ള 9 ഇഞ്ച് വീതിയുള്ള നല്ല തേക്കിൻ്റെ നല്ലൊരു വാതിൽക്കെട്ടുള്ള ഇവിടെ രാവിലെ തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ റൂമുകളൊക്കെ തിരിച്ചിട്ടുണ്ട്. ഒരു വരി ഫുള്ളായിട്ട് വെച്ച് റൂമുകളൊക്കെ തിരിച്ചിട്ടുണ്ട്. കയറി വരുമ്പോൾ തന്നെ ഇതൊരു ലിവിങ് ആയിട്ടാണ് വരുന്നത്. അതേപോലെ തന്നെ ഇപ്പുറത്ത് ഒരു ഹാള്. പിന്നെ ഈ ഒരു ഭാഗത്താണ് കിച്ചൺ വരുന്നത്. ഇവിടെ കിച്ചണും അവിടെ വർക്ക് ഏരിയയും, ഇവിടെ 2 റൂമും, ഇവിടെ കോണി വരുന്ന ഭാഗത്താണ്. ഒരു കോണി നേരെ അവിടേക്ക് പോയിട്ട് അവിടെ ഒരു ലാൻഡിങ്ങിൻ്റെ അവിടെ അടിയിലൊരു ബാത്റൂം നേരെ മുകളിലോട്ട് കയറും. അതേപോലെ തന്നെ ഇവിടെ ഒരു റൂമിലേക്കുള്ള ഈ ഒരു ബാത്റൂം ഇവിടെ വരുന്നത്. ചേട്ടാ നല്ലൊരു പ്ലാനാണ്, കുഴപ്പമില്ലാത്ത നല്ലൊരു പ്ലാനാണ്. നല്ല സൗകര്യത്തിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഉള്ള ചെറിയൊരു മാറ്റം ഞങ്ങൾ ഇവിടെ വരുത്തിയിട്ടുണ്ട്. ഈ പ്ലാനിലില്ലാത്ത ഒരു മാറ്റം ഇവിടെ അങ്ങനെ ഇവിടെ ഒരു വാളുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ കുറച്ചും കൂടി ഒരു സൗകര്യം കിട്ടാൻ വേണ്ടിയിട്ട് ചെറിയൊരു മാറ്റം ചെയ്താണ്ടോ. ഈ ഒരു റൂമിൻ്റെ ഡോറ് ഈ ഒരു ഭാഗത്തായിരുന്നു, അത് അങ്ങോട്ടേക്ക് ആക്കിയിട്ടുണ്ട്. ബാക്കിയൊക്കെ പ്ലാനിലുള്ള അതേപോലെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്നിപ്പോൾ ഈ ഒരു വരി വെച്ച് നാളെ ഞങ്ങൾ ഇതൊക്കെ വെക്കും കേട്ടോ. വാതിൽക്കട്ടിലൊക്കെ നാളെ വെക്കും. പിന്നെ അത് വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ 2 വരിയും കൂടി വെച്ചിടും. പിന്നെ മറ്റന്നാൾ ജനലൊക്കെ വെക്കാനുള്ളൊരു പരിപാടി ഏകദേശം ആവും. അപ്പോൾ അതാ ഈ ഒരു ബാക്ക് സൈഡ് ഉണ്ടല്ലോ, നമ്മളെ സാധാരണ പടവൻ കേട്ടോ. സാധാ പടവൻ അങ്ങനെ പടുത്തിട്ട് 3 വരി ആക്കിയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ ജനൽ വെക്കാനുള്ളതാണ്. ഇത് വർക്കേരിയാണ്. ഇവിടെ ഒരു 3 കള്ളി വരും. ആ ഒരു ബെഡ്റൂമിൻ്റെ അവിടെ ഒരു 3 കള്ളി, ഇവിടെ ഒരു വെന്റിലേറ്ററാണ് വരിക, അവിടെ ഒരു ബാത്റൂമാണ് വരുന്നത്. അങ്ങനെ ഇവിടെ സാധാ പടവ് ഇങ്ങനെ പോകും. ഗ്രൂപ്പ് പടവ് എന്ന് പറയുമ്പോൾ ഇത് അവിടെയാണ് വരുന്നത്. ഈ ഒരു സൈഡ് നമ്മളെ ജിജൽ മേസ്ത്രി 2 വരി ഇവിടെ വെച്ച് പോയിട്ടുണ്ട് ഈ ഒരു ലെവലിൽ. അതാ അപ്പുറത്തെ മുൻഭാഗത്ത് അവിടെ 2ാമത്തെ വരി അവിടെ അങ്ങനെ വെച്ച് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ലെവലിൽ പുറംഭാഗമൊക്കെ ഞങ്ങൾ ഈ ഒരു 3 വരി ആക്കിയതിന് ശേഷം ഉള്ളിൽ വാതിൽക്കട്ടിലൊക്കെ വെച്ചിട്ട് ഉള്ളും കൂടി മുറുക്കി അങ്ങനെയുള്ള പരിപാടിയിലാണ്. ഇന്ന് 2ാമത്തെ ദിവസം ജിജിൽ മേസ്ത്രി. അപ്പോൾ നമ്മളിന്ന് വിടും കേട്ടോ. അപ്പോൾ കാര്യങ്ങളൊക്കെ ജിജിൽ ഇവിടെ കൈകാര്യം ചെയ്യും. ഒരാളും കൂടി വരണ്ട് നാട്ടിൽ നിന്ന്, 2 ആൾ നാട്ടിൽ നിന്ന് വരണ്ട്. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ ഇവരിങ്ങനെ ചെയ്തു പോകും കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് രാത്രി 9 മണിക്ക് നാട്ടിലേക്ക് പുറപ്പെടുന്നതാണ്. അപ്പോൾ ഹരിപ്പാട് നിന്ന് നേരെ നമ്മൾ നാട്ടിലേക്ക് കേട്ടോ. ഓക്കെ, അടുത്ത ദിവസം കാണാം, നാട്ടിൽ നിന്ന് കാണാം. ബായ്. ഇത് പല രീതിയിലുള്ള പണിയുണ്ട്. നല്ല പൈസ ചിലവാണ് രീതിയിലുള്ള പണിയുണ്ട് ഇതിൽ. പോളിഷ് ചെയ്ത് വേണ്ട അങ്ങനെ മതി.